പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി സർവശക്തനായ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി നിൽക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് യോശുവയുടെ 10-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ്. ഇന്ന് 11ഉം 12ഉം അധ്യായങ്ങളെ ചേർത്ത് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 11-ാം അധ്യായത്തില് 10 രാജാക്കന്മാരെ കുറിച്ച് അതിന്റെ ആരംഭ ഭാഗത്ത് നാം കാണുന്നു. 10 രാജാക്കന്മാർ. ഈ 10 രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തിന്റെ വൈരികളായിരുന്നു, ദൈവജനത്തിന്റെ വൈരികളായിരുന്നു, ദൈവജനത്തോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു. ദൈവജനത്തോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവത്തോട് യുദ്ധം ചെയ്യുകയാണ്. ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു, ദൈവരാജ്യത്തോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു, ദൈവജനത്തോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു. ഇതിന്റെ നടുവിൽ യോശുവയ്ക്ക് ലഭിച്ച നിയോഗം ദൈവത്തിന്റെ വൈരികളോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്, പോരാടുക എന്നുള്ളതാണ്. പഴയ നിയമകാലം അത്രയും ജാതീയ രാജാക്കന്മാരോടും ദൈവജനത്തിന്റെ എതിരികളായി വരുന്ന ജനത്തോടും പോരാടുന്നതായിരുന്നു വിശ്വാസ ജീവിതത്തിലെ അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗത്തിലെ ഏറ്റവും വലിയ പോരാട്ടവും യുദ്ധവുമായി കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ശത്രു രാജാക്കന്മാരല്ല, നമ്മളുടെ ശത്രു ഭൂമിയിലെ അധിപതികളല്ല, നമ്മളുടെ ശത്രു അയൽവാസികളല്ല, നമ്മളുടെ ശത്രു ഒരു വ്യക്തിയല്ല. മറിച്ച് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും കർത്തൃത്വങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ്. 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിശാചിന്. ഈ 4 ഡിപ്പാർട്ട്മെന്റ്, ഈ 4 വകുപ്പ് ഒരു ദൈവ പൈതലിനെതിരെ തിരിഞ്ഞാൽ ആ യുദ്ധം ജയിക്കാൻ എനിക്ക് സ്വയം കഴിയില്ല. ജയിക്കണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യവും സഹായവും കൂടിയേ കഴിയൂ. ദൈവമക്കളെ, അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് 11ഉം 12ഉം അധ്യായത്തിലായി ഇന്ന് നമുക്ക് ചിന്തിക്കാനും പറയുവാനുമായിട്ട് ഉള്ളത്. യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചതൊക്കെയും യോശുവ ചെയ്തു. യോശുവയോട് കൽപ്പിച്ചത് അതും യോശുവ ചെയ്തു, മോശയോട് കൽപ്പിച്ചതും യോശുവ ചെയ്തു. പിതാക്കന്മാരോട് കൽപ്പിച്ചത്, വചനപ്രകാരം നമ്മൾക്ക് ഓതിത്തന്നത്, വചനാനുസൃതമായത്, ഈ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അതതുപോലെ ചെയ്യുന്നവനുള്ളതാണ് ജയം. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, നോഹ യഹോവ കൽപ്പിച്ചതൊക്കെയും ചെയ്തു. നോഹ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതത്തിന്റെ ജയം. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ദൈവം കൽപ്പിക്കുന്നതിനെ ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ദൈവ പൈതൽ. പ്രൈസ് ദ ലോർഡ്. അനുസരണം കെട്ട തലമുറയും അനുസരണം കെട്ട ജാതിയും ലോകത്തിതുവരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല, നന്മ അനുഭവിച്ചിട്ടില്ല, അവർ ദൈവകൃപയെ അനുഭവിച്ചിട്ടില്ല. അവർ ജീവിതത്തിന്റെ അബദ്ധ വഴികളെ സഞ്ചരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്നുള്ള 1-ാമത്തെ ചിന്ത ഇതാണ്, ദൈവം കൽപ്പിച്ചതൊക്കെയും ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കർത്താവിനെ കണ്ടുമുട്ടിയ നാളുകൾ ഓർക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ജീവിതത്തിലെ വളരെ പരമപ്രധാനമായ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടിയത്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകണം.
ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയുണ്ടാക്കണം. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തു വന്ന ദിവസം നമ്മൾക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ദിവസം നമ്മൾക്കറിയാം. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ യേശു എന്റെ ജീവിതത്തിൽ വന്നതും യേശു ആദ്യമായി എന്നെ രക്ഷിച്ചതും നമുക്ക് ഓർമ്മയുണ്ടാകണം. അന്ന് ആ കർത്താവ് എന്തു കൽപ്പിച്ചോ, ആ ശബ്ദം എന്ത് കേട്ടോ, ആ ശബ്ദം കേട്ട അന്ന് മുതൽ ജീവിതം മാറി. ആ ശബ്ദം കേട്ട അന്ന് മുതൽ ചിന്താഗതികൾ മാറി. ആ ശബ്ദം കേട്ട അന്ന് മുതൽ നമ്മൾ മുട്ടിന്മേലിരുന്ന് തീരുമാനങ്ങൾ എടുത്തു. ഈ തീരുമാനമില്ലാത്തവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഗുണപ്പെട്ടിട്ടില്ലെന്ന് തന്നെയല്ല, പോകുന്ന വഴി നരകത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. ഈ വചനമെല്ലാം കേട്ടിട്ട് നരകത്തിൽ പോയാൽ കർത്താവിന് സഹിക്കാൻ പറ്റില്ല. നമ്മൾ നരകത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരല്ല. ജീവിതത്തിന്റെ ഏത് വൈഷമ്യമുള്ള മേഖലകളും നമുക്ക് ചവിട്ടിക്കയറാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവന്റെ കൽപ്പന അനുസരിക്കണം. അവന്റെ വചനം അനുസരിക്കാൻ നാം തയ്യാറാകണം. 15-ാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്യാതെ വിട്ടില്ല. അതാണ് ഗുരുശിഷ്യ ബന്ധം. ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്യാൻ തയ്യാറായി. ദൈവിക ആലോചന എന്ന് തിരിച്ചറിഞ്ഞു. യോശുവയുടെ മുൻപിലെ ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. ദൈവം നമ്മളോട് കൽപ്പിക്കുന്നതിനെ ചെയ്യാൻ പൂർണ്ണമായ മനസ്സ് കാണിക്കാതെ അതിന് ഉത്തരവാദിത്തപ്പെട്ട 2 പേരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, യോശുവയും കാലേബും. ബാക്കിയെല്ലാം പെറുപെറുപ്പിന്റെ ജാതികളായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയി. ദൈവമക്കളെ, ഒരു തലമുറ മുഴുവനും മരുഭൂമിയിൽ തീർന്നുപോയി. എന്നാൽ പെറുപെറുക്കുന്ന ജനത്തിൽ 20 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവരെ ദൈവം കനാനിൽ എത്തിച്ചു. അവരാണ് യോശുവയുടെ കാലത്തുമുള്ളത്. യോശുവ അവർക്ക് പറഞ്ഞു കൊടുത്തു. മോശ യോശുവയോട് കൽപ്പിച്ചതിൽ ഒന്നും അവർ ചെയ്യാതെ പോയില്ല, എല്ലാം ചെയ്തു. ഒരു ഐക്യത്തിന്, ഒരു വിജയത്തിന് ഇത് അനിവാര്യമാണ്. യുദ്ധം ജയിക്കണോ, നേതൃത്വത്തിന് വിധേയപ്പെടണം. യുദ്ധം ജയിക്കണമെങ്കിൽ നേതൃത്വത്തിന് വിധേയപ്പെടണം. നേതൃത്വം യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നമ്മെ നടത്തും. 2-ാമത്തെ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ശത്രുക്കളെ കീഴടക്കണം എന്നുള്ളതാണ്. 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബെയോൻ നിവാസികളായ ഹിബ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഗിബെയോന്യർ യഹോവയോട് സഖ്യത ചെയ്തു. ശരിക്കും യോശുവയെ പറ്റിച്ചതാണ് അവിടെ. അങ്ങനെ അവർ യഹോവയുടെ നാമത്തിൽ യോശുവയോട് സഖ്യത ചെയ്തു. വേറെ ഒരു നാട്ടുരാജാക്കന്മാരും ഇവരോട് സഖ്യത ചെയ്തില്ല. യോശുവയുടെ ജീവിതകാലം മുഴുവൻ യോശുവ യുദ്ധം ചെയ്തു. അവൻ ഏറിയ കാലം, അവിടെ ഏറിയ കാലം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് എഴുത്തുകാർ പറയുന്നത് 5 വർഷം എന്നാണ്. 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്നു. ഈ യുദ്ധം എന്തിനു വേണ്ടി? അനാക്യമല്ലന്മാരെ കീഴടക്കാൻ. നമുക്കറിയാം, യോശുവയും കാലേബും കനാൻ നാട് ഉറ്റുനോക്കാൻ പോയിട്ട് 12 പേരുണ്ടായിരുന്നു. അവര് ഉറ്റുനോക്കി മടങ്ങി വന്നപ്പോ അവരെ ഏറ്റവും പേടിപ്പിച്ചത് ആരാന്നറിയാമോ? അനാക്യരാണ്. അനാക്യമല്ലന്മാർ അവരെ ഭയപ്പെടുത്തി. അവർ പേടിച്ചുപോയി. അവർ ഭയപ്പെട്ടു. 10 പേര് പേടിച്ചു. അനാക്യമല്ലന്മാരുടെ മുഖത്ത് നോക്കി 10 പേര് പറഞ്ഞു, ഇവിടെ നമ്മൾ ജയിക്കില്ല. പക്ഷെ 2 പേർ
അനാഖ്യ മല്ലന്മാരുടെ മുഖത്തേക്കല്ല നോക്കിയത്, മല്ലന്മാരെ സൃഷ്ടിച്ച ദാവീദിന്റെ ദൈവം, മോശയുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, അവർ രണ്ടുപേരും പറഞ്ഞു കാര്യം അവിടെ ഉള്ളവരെല്ലാം മല്ലന്മാരാണെങ്കിലും ജയം നമുക്ക് ഉറപ്പാണ്. അതിന്റെ പ്രാക്ടിക്കലിലേക്ക് വന്നിരിക്കുമ്പോൾ അന്ന് ഉറ്റുനോക്കിയ കാര്യമാണ് ഇനി താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അനാഖ്യ മല്ലന്മാരോട് പടവെട്ടാൻ യോശുവ അവരോട് ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ശരിക്കും അനാഖ്യ മല്ലന്മാരാണ്. ഏകദേശം 40 വർഷം മുമ്പ് കനാൻ രാജ്യം ഉറ്റുനോക്കാനായി യോശുവയും കാലേബും കടന്നുപോയപ്പോൾ കണ്ടുമുട്ടിയ അതികായന്മാർ 9 അടി പൊക്കം, അതിനനുസരിച്ചുള്ള വണ്ണം, അങ്ങനെയുള്ള അനാഖ്യ മല്ലന്മാരെ കണ്ടത് യോശുവയും കാലേബും ഒഴികെ ആരും നല്ല റിപ്പോർട്ട് കൊടുത്തില്ല. ഒരു സന്ദേശം അതിനോട് ചേർത്ത് വെച്ച് പറയട്ടെ, നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, വിശ്വാസികളെ, ദൈവമക്കളെ, ശത്രുവിനെ ഒരു കാരണവശാലും വലുതായി കാണരുത്. അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ ഒരു കാരണവശാലും വലുതായി കാണരുത്. മന്ത്രവാദങ്ങളെയും ആഭിചാര പ്രവൃത്തികളെയും ഒരിക്കലും വലുതായി കാണരുത്. ബിംബങ്ങളെയും അന്യാരാധനയെയും വിഗ്രഹാരാധനയെയും ഒരിക്കലും വലുതായി കാണരുത്. അതിലെല്ലാം വലിയവൻ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിനാൽ ജയം എനിക്കുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം. അതിലെല്ലാം വലിയവൻ എന്റെ ഹൃദയത്തിലുണ്ട്, അവൻ എന്റെ ഉള്ളിൽ ജീവിക്കുന്നു. അനാഖ്യമല്ലന്മാർ. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അനാഖ്യമല്ലന്മാരുടെ മുൻപിൽ ഇവർ കേവലം വെട്ടുക്കിളികളായിരുന്നു എന്നൊരു പ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ അനാഖ്യമല്ലനായിരുന്ന ഗോലിയാത്തിനെ കുറിച്ച് നമുക്ക് കാണാം. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം, ഏലാ താഴ്വരയിൽ നടന്ന യുദ്ധത്തെ കുറിച്ച് നമുക്കറിയാം. ഗോലിയാത്തിന് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. 2 ശമൂവേൽ 21-ന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ 4 പേരുടെയും പേരവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 പേരും അന്ന് ഫെലിസ്ത്യ പാളയത്തിൽ ഗോലിയാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ചപ്പോൾ അവരെല്ലാം ഓടിപ്പോയി, അവർ രക്ഷപ്പെട്ടു. ദാവീദ് എടുത്ത 5 കല്ലുകളിൽ ഒറ്റ കല്ലുകൊണ്ട് ഒരു ശത്രുവിനെ വീഴ്ത്തി, ബാക്കി 4 കല്ല് അവന്റെ കയ്യിലിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, മല്ലന്മാരെ വീഴിക്കുവാനുള്ള വിശ്വാസത്തിന്റെ, വില കൊടുക്കാൻ തയ്യാറാകുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളുടെ വിശ്വാസത്തിന്റെ, പ്രത്യാശയോടെ എല്ലാം ഉറപ്പോടെ ശത്രുവിനെ നേരിടേണ്ടതും പരാജയപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ശത്രു എത്ര വലുതായാലും യുദ്ധം യഹോവയുടേതാണ്. കാരണം നാം ദൈവത്തിന്റെ പൈതലാണ്. എലീശയോട് യുദ്ധം ചെയ്യാനായി വന്നപ്പോ എലീശയുടെ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മൾ എങ്ങനെ ചെയ്യാനാ? വലിയൊരു സൈന്യം വരുന്നു, 7000-ത്തിലധികം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യം എലീശയ്ക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ അവരെങ്ങും മലയിറങ്ങി വരിക. ഈ കാഴ്ച കണ്ടപ്പോൾ ഇവരാകെ എലീശ മാത്രം, ആയുധങ്ങളൊന്നും കയ്യിലില്ല. എലീശയുടെ ശിഷ്യൻ പറഞ്ഞു, നമ്മുടെ കാര്യം തീർന്നു, നമ്മുടെ കഥ അവസാനിച്ചു. പക്ഷേ എലീശ ശിഷ്യനോട് നീ കണ്ണ് തുറന്ന് കാണാൻ പറഞ്ഞപ്പോ എലീശായ്ക്ക് ചുറ്റും സ്വർഗീയ സൈന്യങ്ങൾ കാവൽ നിൽക്കുന്നു. ആ എലീശയുടെ ദൈവം എന്റെ സ്വന്തമാണ്. ആകയാൽ എനിക്കൊരു യുദ്ധം നേരിട്ടാൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് അവനെ മഹത്വപ്പെടുത്താം. 3-ാമത്തെ കാര്യം പറയട്ടെ, എന്തിനാണ് ദൈവം യുദ്ധം തരുന്നതെന്നല്ലേ? ദൈവം യുദ്ധം തരുന്നത് ദേശത്ത് സ്വസ്ഥത ഉണ്ടാക്കുവാനാണ്,
പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. പ്രൈസ് ദി ലോർഡ്. ദേശത്തിന് സ്വസ്ഥത കൊടുക്കുക, ഇതാണ് ദൈവം യോശുവയെ ഏൽപ്പിച്ച നിയോഗം. ശത്രുക്കളെ കീഴടക്കി, ശത്രു രാജാക്കന്മാരെ കീഴടക്കി ദൈവത്തിന്റെ ജനത്തിന് സ്വസ്ഥത കൊടുക്കണം. എന്തിനാണ് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്? സ്വസ്ഥതയില്ലാത്ത അനേകം വ്യക്തികൾക്ക്, സ്വസ്ഥതയില്ലാത്ത അനേകം കുടുംബങ്ങൾക്ക്, സ്വസ്ഥതയില്ലാത്ത ധാരാളം സമൂഹത്തിന് സ്വസ്ഥത കൊടുക്കുവാൻ ദൈവം എനിക്ക് ജയം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജയം തന്നത് അനേകർക്ക് സ്വസ്ഥത കൊടുക്കാനാണ്. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് സമാധാനത്തെ കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു പറഞ്ഞ ആ കർത്താവിന്റെ വിലയേറിയ സമാധാന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യേശു കർത്താവിനായിട്ട് നിൽക്കാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട 3 ദൗത്യങ്ങൾ: 1, ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യണം. 2, ശത്രുക്കളെ നമ്മൾ കീഴടക്കണം. 3, മറ്റുള്ളവർക്ക് നാം സ്വസ്ഥത നൽകണം. ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഞ്ചയാണ്. കർത്താവ് അതിനായി നമ്മളെ നിർബന്ധിക്കുകയാണ്. യേശു കർത്താവ് അതിനായി നമ്മളെ വിളിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ സന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ വിനയത്തോടെ നിന്റെ എളിയ ദാസൻ സമർപ്പിക്കുകയാണ്. കണ്ണുനീരോടെ തകർന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഇപ്പോൾ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ചാണോ ഭാരപ്പെടുന്നത്, ഏതെല്ലാം കാര്യത്തിലാണോ തീരുമാനങ്ങൾ എടുത്തത്, എന്തെല്ലാം ആണോ നിന്റെ മുൻപിൽ, വചനത്തിന്റെ മുൻപിൽ വെച്ച് സമർപ്പിച്ചത്, എല്ലാറ്റിന്റെ മേലും നീ വിടുതൽ കൽപ്പിക്കണമേ. ഇന്ന് തിരുസന്നിധിയിൽ തലകുനിച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ അദൃശ്യമായ കരങ്ങളാൽ അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.